ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. നമുക്കിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മളുടെ ടേബിൾ മാറ്റാണ്. ഇങ്ങനത്തെ യൂസ് ചെയ്യാറില്ല. ഇതെടുത്ത് മാറ്റിയപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 8 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊന്ന് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ പല സെക്ഷൻസായിട്ട് ഒരുപാട് സർക്കിൾസ് വന്നിട്ടില്ലേ. അപ്പോൾ അതിൽ നിന്ന് ഓരോ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഏറ്റവും പുറമേ ഉള്ളൊരു ലെയർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടുന്ന 2 പീസിൽ നിന്ന് ആ ഉള്ളിലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നായിട്ട് ഒരു ലെയറും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കണേ. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ 2 എൻഡുകളൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെയാണ് കിട്ടുക. പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മഴത്തുള്ളിയുടെയൊക്കെ രീതിയിൽ കിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാം കേട്ടോ. ഇനി പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ആദ്യം എടുത്തേക്കുന്ന ആ ഒരു പീസിനുള്ളിലേക്ക് അയച്ചതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കാനുള്ള കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് വൈറ്റ് പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. അതിൽ നിന്നായിട്ട് കുറച്ച് സർക്കിൾ ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ 6 സെൻറ്റിമീറ്റർ 5, 4, 3, 2 ഇത്രയും അളവിലുള്ള സർക്കിൾസാണ് കേട്ടോ വരച്ചെടുക്കണേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു സർക്കിൾസൊക്കെ കട്ട് ചെയ്തെടുത്ത് നമ്മളിപ്പോൾ അതിനൊരു പെറ്റലിൻ്റെ രീതിയിലേക്ക് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഓരോ പീസും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പെറ്റൽസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കത്രിക വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ പെറ്റലുണ്ടല്ലോ, അതിന് സെൻറ്ററിലേക്കായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിനേലും കുറച്ചുകൂടി സൈസ് കുറഞ്ഞ രീതിയിലുള്ളത് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ നമുക്കതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇനിയൊരു കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ യെല്ലോ കളർ പേപ്പറാണ് എടുത്തേക്കണേ. അത് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കിയിട്ട് കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വെച്ച് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓരോ പീസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ചുരുട്ടിയെടുക്കണം. എന്നിട്ട് സെൻറ്ററിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞപ്പൻ എണീറ്റത്. അവൻ വന്നിട്ട് അതൊക്കെ ഒന്ന് തൊട്ട് നോക്കണേ കേട്ടോ. ഇതെന്താ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ എടുത്തിട്ട് പോകുന്നു. പക്ഷേ അത് നോക്കിയിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു കളർ പേപ്പർ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു വൈറ്റ് പേപ്പർ വെച്ച് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒരു ഫ്ലവർ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടേബിൾ മാറ്റിൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് ചേർന്ന് പോകുന്ന രീതിയിലുള്ള കളർ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റും യെല്ലോയും എടുത്തേക്കണേ. ഇനി ഫ്ലവേഴ്സൊക്കെ ഇതുമേലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു വലിയ ഫ്ലവർ ഉണ്ടല്ലോ വൈറ്റ് പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ളത്, അതിവിടെ ആയിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ അതിന് താഴെയുള്ളൊരു ലെയറായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ കളയാൻ വെച്ച ടേബിൾ മാറ്റിൽ നിന്ന് ഒരു അടിപൊളി വാൾ ഡെക്കർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.